കാട്ടാനകൾ വളർത്തുമൃഗങ്ങളെ പോലെ നിന്ന് വെള്ളം കുടിക്കുന്ന കാണണമെങ്കിൽ ആനക്കുളത്ത് തന്നെ വരണം. മൂന്നാർ വട്ടവട ഇവിടെയെല്ലാം കറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ആനക്കുളത്തേക്കായിരുന്നു കേട്ടോ. ആനയെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നത്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 25-നാണ്. ആ ഒരു ടൈമിലാണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. നേരെ വന്ന പാടെ ഞങ്ങൾ തൊട്ടടുത്തൊരു ചായക്കട കയറിയിട്ട് നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിച്ചിട്ട് മഴ തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി തിരിച്ചുപോകൽ എന്തായാലും നടക്കത്തില്ല. എന്തായാലും ആനയെ കാണാൻ വന്നേയില്ലേ. അത്രയും നേരം ഞങ്ങളോട് വെയിറ്റ് ചെയ്തിട്ടും ആനകൾ മഴയായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അന്നേ ദിവസം അവിടെ തങ്ങാൻ വേണ്ടിയിട്ട് റൂമിന്റെ കാര്യത്തിൽ വലിയ പാടുപെടേണ്ടി വന്നില്ല. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ഞങ്ങൾക്ക് കിട്ടി. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ആണിത്. അത്രയും നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടും ആനയെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഇനി രാത്രിയിലെങ്കിലും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത്, അതായത് മഴ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആനയെ കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണവും കഴിച്ചിട്ട് നേരെ അവിടെ സ്റ്റേ ചെയ്തു. ഈ കാണുന്നിടത്താണ് ആനകൾ വന്നിട്ട് വെള്ളം കുടിക്കാറുള്ളത്. ഒരേ സമയം തന്നെ 25-30 ആനകളൊക്കെയാണ് ഇവിടെ വന്ന് വെള്ളം കുടിക്കാറുള്ളത്. മാത്രവുമല്ല ഇവിടുത്തെ വെള്ളത്തിനാണെങ്കിൽ എന്തോ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു ഒഴുകുന്ന വെള്ളത്തിന്റെ അടിയിലായിട്ട് ഉപ്പിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ആനകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആനകൾ 1-2 മണിക്കൂറൊക്കെ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. ഇതാണ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഇതൊരു പഴയ വീടാണ് കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം സ്റ്റേ ആണിത് കേട്ടോ. ഇവിടെ ആനക്കുളത്ത് ആനകൾ വരുന്ന അറിയാൻ സഹായിക്കുന്ന ഒരു ടെലിഗ്രാം ബോട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു ടെലിഗ്രാം ബോട്ടിൽ കയറിയിട്ട് നോവ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എന്താണ് അവിടെ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആനകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അവിടേക്ക് ചെല്ലാവുന്നതാണ്. അങ്ങനെ അന്ന് രാത്രി ഒരു 11:30 ആയ സമയത്ത് ഞാനിങ്ങനെ വെറുതെ നോവ ടൈപ്പ് ചെയ്തപ്പോൾ 2-3 ആനകൾ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഒന്നും നോക്കിയില്ല, ആനകളെ കാണുന്ന പ്രതീക്ഷയോടെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ എന്ന ഹോം സ്റ്റേയുടെ തൊട്ട് താഴെ തന്നെയായിരുന്നു ഈ ഒരു ആനകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിച്ചു. രാത്രി 11 മണി. ഞങ്ങളിപ്പോൾ ഉള്ളത് ആനക്കുളത്താണ്. ആന എന്താ ഇറങ്ങിയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാത്രി ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോയ സമയത്ത് ആനകൾ തിരിച്ച് കയറിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആനയെ കാണാൻ സാധിച്ചില്ല കേട്ടോ. അങ്ങനെ ആനയെ കാണാൻ സാധിക്കാത്ത ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി. അപ്പോഴാണ് ഈ കാണുന്ന ഒരു കിടിലം വ്യൂ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ ഒരു വ്യൂവും കണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ട് മുകളിലായിട്ടൊരു വലിയ വെള്ളച്ചാട്ടം കണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര വെള്ളച്ചാട്ടം. നിങ്ങൾക്കത് ഈ ഒരു വീഡിയോ കൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും എത്രത്തോളം വലുതാണതെന്നുള്ള കാര്യം മഴ സമയത്താണ് ഞങ്ങളവിടെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു വിഷ്വൽ കിട്ടിയത് കേട്ടോ. സോ നിങ്ങൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പോലും കഴിഞ്ഞെന്ന് വരത്തില്ല. സോ ഞങ്ങൾ ആ പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കിടിലം വ്യൂ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ആനയെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കിടിലം വ്യൂ ഞങ്ങൾക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് തന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആളുകൾ നാട്ടുകാരൊക്കെ ഭയങ്കര പാവങ്ങളാണ് കേട്ടോ. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ സഹായിക്കാൻ അവർ തയ്യാറാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ താഴെയായിട്ട് ഒരു തൂക്കുപാലം കൂടി ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ തൂക്കുപാലം ഓപ്പൺ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പോകാൻ കുറച്ച് ധൃതി ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ല കോടയൊക്കെ ആയിട്ട് നല്ലൊരു കിടിലം വ്യൂ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആനക്കുളത്ത് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആനക്കുളത്ത് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനയുള്ള സമയത്ത് തന്നെ മാക്സിമം പോകാൻ ശ്രമിക്കുക. ഞങ്ങൾ മഴയുള്ള സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ ആനകൾ കാണാനുള്ള അല്ലെങ്കിൽ ആനകൾ വരാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. അത് അവിടെയുള്ള ആളുകളും പറഞ്ഞ കാര്യമാണ്. മഴയത്തൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ആനകൾ ഇറങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു ടെലിഗ്രാം ബോട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ
ഇങ്ങോട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മഴ സമയത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിടിലൻ വ്യൂ ആൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആനക്കുളത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ തന്നെ. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം ടൈം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം നല്ല മഴയായിരുന്നു. മഴയത്ത് ഫോൺ പുറത്തെടുത്ത് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് പിടിച്ച പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റാതെ പോയത്. സോ ഇനി എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ലോഗ്, അതായത് 1-2 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്താലും വേണ്ടില്ല, ആനകളെ കണ്ട് നല്ല കിടിലൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മളിവിടെ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. നല്ല കിടിലൻ ക്ലൈമറ്റും നല്ല കിടിലൻ പ്ലേസും ആണ് ഇത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് വിസിറ്റ് ചെയ്യണം. ഈ കാഴ്ചകളൊക്കെ കാണണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് മാക്സിമം ഒരു ദിവസം നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കണം. സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, ഇവിടെ ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഈ ഒരു പ്ലേസിൽ നിന്ന് തിരിച്ചു പോകാവൂ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.